പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയായിരുന്നു നിന്റെ തന്തയാണോ? അല്ല, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനൊരു മമ്മൂട്ടി ഫാനാണെന്ന്. 2004 റിലീസായ സേതുരാമയ്യ CBI ആണ് എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ആദ്യ മലയാള സിനിമ. 2005 റിലീസായ രാജമാണിക്യം എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് മമ്മൂട്ടി എന്ന നടനോട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നത്. പിന്നീട് തുറുപ്പുലാനായിക്കോട്ടെ, മായാവി ആയിക്കോട്ടെ, അണ്ണൻതമ്പി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടു. എന്നാൽ ആ മനുഷ്യനോട് ഒരു ആരാധന തോന്നുന്നത് 2009 റിലീസായ കേരളവർമ്മ പഴശ്ശിരാജ കണ്ടതിന് ശേഷമാണ്. അതിനുശേഷം ഈ നിമിഷം വരെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ എല്ലാ സിനിമയുടെയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിന് മുമ്പിൽ ഞാനുണ്ടാവും. പലരും എന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയായിരുന്നു നിന്റെ തന്തയാണോ എന്ന്. അല്ല, മമ്മൂട്ടി എൻ്റെ തന്തയല്ല. പക്ഷേ ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കാണുന്ന, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഖങ്ങളിൽ ഒരു മുഖമാണ് മമ്മൂട്ടിയുടേത്. അതെ, എൻ്റെ മമ്മൂക്ക. ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. രക്തദാനമായാലും അന്നദാനമായാലും വീട് വെച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തികളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മമ്മൂട്ടി ഫാൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആ നടനുള്ള ഇഷ്ടവും ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.